എൻ്റെ പേര് സനോജ് നടയില്. ഒരു വിധപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇപ്പം വീഡിയോകളിലൂടെ കണ്ട് അറിയാമായിരിക്കും. വലത് കൈ വെച്ചായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അത് ആക്സിഡന്റ് പറ്റി, ആക്സിഡന്റ് പറ്റി പോയതിനു ശേഷം ഇടത് കൈ വെച്ചാണ് വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. വർഷങ്ങളായിട്ടുള്ള ആ രീതിയിലാണ്. വരയോട് ഭയങ്കര സ്നേഹമാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെ ക്യാൻവാസാക്കി മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കുകയാണ് പുനലൂർ വിളക്കുവട്ടം സ്വദേശിയായ സനോജ് നടയിൽ എന്ന കലാകാരൻ. തികച്ചും യാദൃച്ഛികമായി ലഭിച്ച ഒട്ടകപ്പക്ഷിയുടെ മുട്ടയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച ചിത്രരചന ആരംഭിച്ചത്. എന്നാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ മുട്ടത്തോടിൽ ഒരുക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. പൊതുപ്രവർത്തകനും നഗരസഭ മുൻ കൗൺസിലറുമായ സുഭാഷ് ദീനാഥാണ് ഇത്തരമൊരാശയം സനോജിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. തുടർന്ന് സൂക്ഷ്മതയോടെ ചിത്രരചന ആരംഭിച്ചു. 3 ദിവസം കൊണ്ടാണ് തൻ്റെ ആദ്യ ചിത്രം പൂർത്തിയാക്കാൻ സനോജിന് കഴിഞ്ഞത്. ക്യാൻവാസുകളിലും ചുമരുകളിലും ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ മുൻപും സനോജ് ഒരുക്കിയിട്ടുണ്ട്. മുട്ടത്തോടിന്റെ പുറംഭാഗത്തിന് വിസ്താരം കൂടുതലുള്ളതിനാൽ 2 ചിത്രങ്ങളാണ് ഇരുവശങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് നായ്ക്കുട്ടിയുടെ ചിത്രവും മറുവശത്ത് ആനയും വേഴാമ്പലും മാനുമെല്ലാം ചേരുന്ന ഒരു പ്രകൃതി ദൃശ്യവും. അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് വലതു കൈ നഷ്ടമായ സനോജ് ഇടത് കൈ കൊണ്ടാണ് ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കുന്നത്. സനോജിന് ഏറെ പിന്തുണയുമായി അമ്മ സരളാഭായിയും ഭാര്യ വിജിയും ഒപ്പമുണ്ട്. യുവൻ സനോജാണ് മകൻ. ഒരു ദിവസം ഞങ്ങളുടെ വാർഡിലെ മുൻ കൗൺസിലറായിട്ടിരുന്ന സുഭാഷ് ദീനാഥ് അപ്പൊ അണ്ണൻ ഈ ഒരു മുട്ട കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഇടയിൽ ഒന്ന് വരച്ചു തരാമെന്ന് വെച്ച്. അപ്പം മുട്ട കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വലിയൊരു മുട്ടയാണേ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാ അപ്പൊ ആദ്യം ഇങ്ങനെ തമാശക്കിടെ ആന മുട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് എടാ ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാ. അപ്പൊ ഞാൻ പറഞ്ഞു പോണ ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ മേളിൽ ആ തുറന്നത് കളഞ്ഞതിന്റെ ഹോളൊക്കെ കാണിച്ചു. അപ്പൊ അതിലൊരു പടം വരച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്ത് വരയ്ക്കണോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഇപ്പം അവരുടെ വീട്ടിലുള്ളൊരു നായയുണ്ട്, സിംബ എന്ന് പേരുള്ള. അപ്പൊ അതിന്റെ ഒരു കുട്ടിക്കാലം നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അത് വെച്ച് ഒരു പടം വരച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ചുറ്റിലും അതിന്റെ ബാക്ക് സൈഡിലൊക്കെ ഞാൻ ഈ പ്രകൃതി കാടും ഈ ആനയും വേഴാമ്പലും മാനും ഒക്കെ വരച്ചു ചേർത്ത്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മള് ഈ ഇതുപോലെ മുട്ടയിലൊക്കെ പടം വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. മുട്ടയിൽ പടം വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക്കും കൂടെ അല്ലയോ. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുമില്ല, നമ്മൾ വരച്ചിട്ടുമില്ല. ഇത് തന്നെ 2-3 ദിവസം കൊണ്ടാണ് ഇത് വരച്ചത്. 2 ദിവസത്തിന് മുമ്പേ തീർക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും സേഫ്റ്റിയോടെ ഇരുന്ന് വരച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുട്ട കൊണ്ടുതന്ന സുഭാഷനോടും ഒത്തിരി നന്ദി. ഇത് വരയ്ക്കാനുള്ളൊരു സാഹചര്യം ഒപ്പിച്ചു തന്നതിന്. ഇതിലെല്ലാം ഉണ്ട്. ഇതാണ് നായക്കുട്ടി. പിന്നെ അതൊരു മുട്ടയുടെ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുന്നതായിട്ടാണ്. മുട്ടയുടെ അകത്തുനിന്ന് ഇങ്ങനെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്ന പോലെ മുട്ടയുടെ അകത്തുനിന്ന് വരുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതില് ആനയുണ്ട്, മാനുകളുണ്ട്, വേഴാമ്പലുണ്ട്. അപ്പം പറ്റുന്ന പോലൊക്കെ ചുമ്മാ അങ്ങ് വരച്ച് ചേർത്തുന്നേ ഉള്ളൂ. അതൊരു മനോഹരമാക്കാന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് അപ്പൊ സുഭാഷണം എന്ന് പറയുന്നതും ഇങ്ങനെ അതിലൊരു ഇച്ചിരി കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ച് വെക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഈ പറയുന്ന പോലെ ഈ മുട്ടകളൊക്കെ സാധാരണ ചെറിയ മുട്ടകളൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്ന ഒരു വരയുണ്ട്. ഇതിങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ കുത്തുകുത്തൊക്കെ ഇട്ടൊക്കെ റൗണ്ട് വരച്ചും അങ്ങനെയൊക്കെ ഉള്ളത്. അതിന് പേരുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ രീതിയിൽ വരയ്ക്കാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ ആലോചിച്ച് വേണ്ട, ഇച്ചിരി ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ള ചിന്തയിൽ ചെയ്തതാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടത്തോടിൽ പൂർത്തീകരിച്ച ചിത്രം പൊതുപ്രവർത്തകനായ സുഭാഷ് ദീനാഥിന് കൈമാറി. എന്നാലും അതിനോട് വളരെ ഇതായിട്ട് അതിനകത്ത് ഊട്ടയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ.